ഹലോ ഗൈസ്, എല്ലാവർക്കും മഹാലക്ഷ്മി പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ പുതിയ എപ്പിസോഡിൽ നമ്മുടെ കരുണയും നമ്മുടെ ദുർഗാമ്മയും തമ്മിൽ ഇങ്ങനെ നമ്മുടെ എന്താ പറയാ മഹാലക്ഷ്മിയെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും കൂടി വരുന്നത് കേട്ടോ. അപ്പൊ മഹാലക്ഷ്മി ഓഫീസിലേക്ക് പോകാൻ ഉടുത്തൊരുങ്ങി വന്നിരിക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കണ്ണൻ വന്നിട്ട് നമ്മുടെ ദുർഗാമ്മയോട് പറയുന്നുണ്ട്, ഇനി ഓഫീസ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് മഹാലക്ഷ്മി ആയിരിക്കും, ഞാൻ ഇല്ലാത്തപ്പോഴും അവള് തന്നെയായിരിക്കും നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അമ്മയോട് പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ കരുണ, അപ്പൊ എന്റെ ഭർത്താവിന് എന്താ ജോലി എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കണ്ണൻ അപ്പൊ തന്നെ പറയുന്നുണ്ട്, നിന്റെ ഭർത്താവിന് എന്താ ജോലി എന്ന് നീ നിന്റെ ഭർത്താവിനോട് തന്നെ പോയി ചോദിക്കുക എന്ന് പറയുന്നുണ്ട്. നിന്റെ ഭർത്താവ് അതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പത്തേക്കും അവിടെ തമ്മിൽ അങ്ങനെ ഒരു കശപിശ നടക്കുക കേട്ടോ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ സാഗർ നമ്മൾ ഇങ്ങോട്ടേക്ക് വിളിച്ച പാടെ തന്നെ ഭയങ്കര ഒരുക്കവും ഭയങ്കര കണ്ണാടി നോക്കലൊക്കെ എന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങനത്തെ ഒരു അവസരം വേറെ ആർക്കും വരില്ല. മഹാലക്ഷ്മി അവൾ കൂടുതൽ കൂടുതൽ സുന്ദരിയായിക്കൊണ്ടിരിക്കും ഓരോ ദിവസവും, അവൾ എന്നെ മോഹിപ്പിക്കുന്നു വല്ലാതെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി അവളുടെ കാര്യത്തിൽ ഉടൻ തന്നെ ഒരു തീരുമാനം എടുത്തിരിക്കും ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രതീക്ഷയോടുകൂടിയാട്ടോ നമ്മുടെ കണ്ണന്റെ വീട്ടിലേക്ക് പോകുന്നത്, നമ്മുടെ മഹാലക്ഷ്മിയെ കൂട്ടാൻ വേണ്ടി. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു വാക്ക് തർക്കവും വീട്ടുകാരൊക്കെ ആയിട്ട് വള്ള വാക്ക് തർക്കമൊക്കെ കഴിഞ്ഞിട്ട് ഒടുവിൽ നമ്മുടെ മഹാലക്ഷ്മി ജോലിക്ക് വേണ്ടി പോകാൻ ഇറങ്ങുക. അപ്പൊ നമ്മുടെ സാഗർ ആയിരിക്കും കൂടെ ഉണ്ടാകും. സാഗർ കാറിൽ നമ്മുടെ മഹാലക്ഷ്മിയെ കയറ്റി ഓഫീസിലേക്ക് പോകുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഇവര് പോയതിനു ശേഷം തന്നെ നമ്മുടെ ദുർഗാമ്മ പറയുന്നുണ്ട്, എടാ കണ്ണ, ആ ചെക്കനത്ര പന്തി അല്ലട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ കണ്ണൻ പറയുന്നുണ്ട്, എനിക്കും മഹാലക്ഷ്മിക്കും വിശ്വാസമാണ് സാഗറിനെ, അത് മതി, തെറ്റായ കണ്ണിലൂടെ നോക്കുമ്പോൾ എല്ലാം തെറ്റായിട്ടേ തോന്നൂ എന്നൊക്കെ പറയുന്നുണ്ട്. ബാക്കി എല്ലാ കാര്യത്തിലും ബുദ്ധിമാനായ കണ്ണനും മഹാലക്ഷ്മിക്കും ഒക്കെ നമ്മുടെ സാഗറിന്റെ അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതാട്ടെ ഏറ്റവും വലിയ രസം. എന്തായാലും അതങ്ങനെ പോട്ടെ. ഇതിന് ശേഷം ഇവര് ഓഫീസിൽ എത്തുന്നുണ്ട്. അപ്പൊ നമ്മുടെ സാഗറിന്റെ ഉള്ളിൽ നമ്മുടെ മഹാലക്ഷ്മിയോട് ഇങ്ങനെ അടങ്ങാത്ത ഇങ്ങനെ പ്രണയം ഇങ്ങനെ കൂടി കൂടി വരികട്ടെ, എങ്ങനെ മഹാലക്ഷ്മിയെ സ്വന്തമാക്കണം എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ നമ്മുടെ സാഗറിന്റെ ഉള്ളിൽ. അപ്പുറത്ത് നമ്മുടെ മഹാലക്ഷ്മി ഓഫീസിൽ ചെന്നതിന് പിന്നാലെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ നെറ്റിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുക, ഇങ്ങനെ സുഖമില്ലാത്തവരൊക്കെ ഒരു ഭേദമാക്കിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവരുടെയൊക്കെ ഇന്റർവ്യൂ ഒക്കെ എടുത്ത് ഇങ്ങനെ നോക്കുക. അപ്പൊ ഇങ്ങനെ നോക്കി നോക്കി അടുത്തുള്ള ഒരു വൈദ്യശാലയിലത്തെ ഒരു കാര്യം, ഒരു ഇന്റർവ്യൂ, അവിടുത്തെ ഒരു വൈദ്യന്റെ ഒരു ഇന്റർവ്യൂ നമ്മുടെ മഹാലക്ഷ്മി കാണാൻ ഇടയാകുന്നുണ്ട് കേട്ടോ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, ഇവിടെ വന്ന ആരെയും ഞാൻ നിരാശരാക്കി മടക്കി അയക്കാറില്ല, പക്ഷെ ക്ഷമ വേണം, കാത്തിരിക്കണം, എന്നാലേ അത് ഭേദമാകൂ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മഹാലക്ഷ്മിക്ക് ഭയങ്കര വിശ്വാസം, അവിടെ കണ്ണേട്ടനെ കൊണ്ടുപോയാൽ കണ്ണേട്ടനും സുഖം പ്രാപിക്കും എന്നുള്ളത് കേട്ടോ. അങ്ങനെ തന്നെ നമ്മുടെ സാഗറിനെ വിളിച്ചിട്ട് നമ്മുടെ മഹാലക്ഷ്മി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പൊ അവിടെ ചെന്ന് ആ വൈദ്യനെ കാണാൻ വേണ്ടി നിൽക്കുന്ന ഒരു രംഗങ്ങളിലാട്ടോ കൂട്ടുകാരെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് അല്ലെ? നമ്മുടെ വൈദ്യൻ ഇനി എന്ത് പറയും? നമ്മുടെ കണ്ണനെ ഭേദമാക്കാൻ വൈദ്യനെ കൊണ്ടാകുമോ? അങ്ങനെയാണെങ്കിൽ കണ്ണൻ എണീറ്റ് നടക്കുന്നത് കാണാൻ തന്നെയാണ് നമുക്ക് പ്രേക്ഷകർക്ക് ആഗ്രഹവും അല്ലെ? ഇവരുടെ ഒരു പുതിയ ജീവിതം അതൊക്കെ തുടങ്ങുമ്പോൾ മറ്റുള്ളവരുടെ അസൂയയും കുശുമ്പും അതും എല്ലാം അല്ലെ, എല്ലാം കൂടി ഒരു അടിപൊളി എപ്പിസോഡുകൾ തന്നെ ആയിക്കോട്ടെ വരാൻ പോകുന്നത്. അപ്പൊ മറക്കാതെ കാത്തിരുന്ന് കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഹിയർ ഐ എം ദി മലയാളി സൈനിങ് ഓഫ്.